ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് 50 രൂപയുടെ ഷർട്ട് പീസിൽ ചെയ്തിട്ടുള്ള ഒരു ചലഞ്ച് പോലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ വീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിനകത്ത് നമ്മൾ ലേസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലേസിൻ്റെ കളർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് താഴെ വശത്തേക്ക് ഒരു ചെറിയൊരു വർക്ക് കൂടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പീസിൻ്റെ പെറ്റലിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഷേപ്പ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് പ്ലെയിൻ ആക്കിയിട്ടും, അതായത് സ്ട്രൈറ്റ് ആക്കിയിട്ട് ഉള്ള ഒരു സൈഡും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വശത്തേക്കായിട്ട് നമ്മൾ പെറ്റൽസാണ് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ജസ്റ്റ് അതിൻ്റെ നേരിയ ഭാഗത്ത് കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് മറിച്ചെടുക്കുക. ഈ മറിച്ചെടുക്കുമ്പോൾ ഈ പെറ്റൽസിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു പിന്നോ അല്ലെങ്കിൽ പേനയുടെ ഭാഗം അങ്ങനെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം കൊണ്ട് കുത്തി മറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചെറിയ ഒരു വർക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇത് പ്ലെയിനായിട്ട് കിടക്കല്ലേ, അപ്പോൾ വലിയ ഭംഗി ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഈ പെറ്റൽസിൻ്റെ ഷേപ്പ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഏകദേശം നമ്മൾ ഈ ഷെയ്ഡൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. സെയിം കളറിലല്ല ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് വൈറ്റാണ്, നമ്മുടെ ഷർട്ടിൻ്റെ പീസ് ഉണ്ടായിരുന്നത് വൈറ്റായിരുന്നേ. അപ്പോൾ ആ വൈറ്റ് വരുന്ന രീതിക്കാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാണ്ടായി പോകില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ ഒരു പോയിൻ്റ് വെച്ച് നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വരഞ്ഞ് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാധാ മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ സ്റ്റിച്ച്, നമ്മൾ സാധാ വരുന്ന ആ സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ലൈനാണെങ്കിൽ ഒരു ലൈൻ, അല്ലെങ്കിൽ 2 ലൈനൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കട്ടി തോന്നിക്കും കേട്ടോ. നമ്മളിവിടെ 2 ലൈനാണ് കൊടുത്തിട്ടുള്ളത്. സാധാ മെഷീനിൽ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരിത്തിരി ക്ഷമ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ക്ഷമ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സൈഡ് വശത്ത് നമ്മൾ ഏറ്റവും അറ്റത്ത് കൂടെ അല്ല കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ കഴിച്ച് മാറ്റിയിട്ട് വേണ്ട, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അല്ലാണ്ട് ഇതുപോലെ വേറെ സ്റ്റിച്ചുകളൊക്കെ കിട്ടുന്ന മെഷീൻ ആണെങ്കിൽ ഇതിൽ നല്ല കുറച്ചുകൂടെ കട്ടിയുള്ള സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റിച്ചൊക്കെ മതിയാവും കേട്ടോ. ഇത് നമ്മൾ സാധാ മെഷീനിൽ ആർക്കും വേണ്ടി ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് ഒരു ഭംഗി തോന്നിയില്ല, വല്ലാണ്ടൊരു ഭംഗിയില്ല ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ സ്റ്റോൺ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ലുക്ക് ഇതാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.